പശ്ചിമേഷ്യൻ രാഷ്ട്രമായ തുർക്കിയിലും സിറിയയിലും അടുത്ത കാലത്തുണ്ടായ ഭൂകമ്പവും തുടർന്നുണ്ടായ ദുരിതങ്ങളും ലോക മനസാക്ഷിയെ നടുക്കിയതായിരുന്നു. വരും ദിവസങ്ങളിൽ തുർക്കിയിലും സിറിയയിലും ദുരിതങ്ങളുടെ പുതിയ അധ്യായങ്ങൾ തുറക്കാൻ സാധ്യതയുണ്ടെന്ന് അന്താരാഷ്ട്ര ഏജൻസികൾ മുന്നറിയിപ്പ് നൽകുന്നത്. ദുരന്തമുഖങ്ങളിൽ രക്ഷാപ്രവർത്തനം ഇനിയും തുടരുകയാണ്. പതിനായിരക്കണക്കിന് ആളുകളാണ് തുർക്കിയിലും സിറിയയിലും ഭൂകമ്പത്തിൽ മരിച്ചത്. ദുരന്തബാധിതരെ സഹായിക്കാൻ ലോകരാഷ്ട്രങ്ങൾ കൈകോർക്കുകയാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ അടുത്ത കാലത്തായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഭൂചലനങ്ങൾ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. ഹിമാചൽ പ്രദേശിൽ കനത്ത മഴയും പെട്ടെന്നുള്ള വെള്ളപ്പൊക്കവും മേഘവിസ്ഫോടനവും തുടർച്ചയായി അനുഭവപ്പെടുന്നതിനിടെയാണ് ഭൂചലനവും ഉണ്ടായിരിക്കുന്നത്. ഇത് വലിയൊരു ദുരന്തത്തിന്റെ സൂചനയാണ് എന്ന ഭയം ജനങ്ങളിൽ വർദ്ധിക്കുന്നു. ഹിമാചലിലെ കാംഗ്ര മേഖലയിലാണ് റിക്ടർ സ്കെയിലിലെ 3.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം ഉണ്ടായത്. ഭൂകമ്പത്തിന്റെ ആഴം 10 കിലോമീറ്റർ ആണെന്ന് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചു. തിങ്കളാഴ്ച വൈകുന്നേരം ധർമ്മശാലയിലും സമീപ പ്രദേശങ്ങളിലും ഭൂചലനം അനുഭവപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. ഇത് ഔദ്യോഗികമായി NCS സ്ഥിരീകരിച്ചിട്ടില്ലെങ്കിലും ധർമ്മശാലയുടെയും സമീപ പ്രദേശങ്ങളുടെയും പ്രാന്തപ്രദേശങ്ങളിലുള്ള നിരവധി നിവാസികൾ ഏതാനും സെക്കൻഡുകൾ നീണ്ടുനിന്ന പ്രകമ്പനങ്ങൾ അനുഭവപ്പെട്ടതായി പറഞ്ഞു. ഈ ഭൂചലനത്തിൽ ആളപായമോ സ്വത്തുക്കൾക്ക് നാശനഷ്ടമോ ഉണ്ടായതായി റിപ്പോർട്ടുകളൊന്നുമില്ല. എങ്കിലും ഹിമാചലിൽ തുടരുന്ന പ്രകൃതി ദുരന്തങ്ങളുടെ പശ്ചാത്തലത്തിൽ ഇത് ജനങ്ങളിൽ വലിയ ആശങ്ക സൃഷ്ടിച്ചിട്ടുണ്ട്. സ്ഥിതിഗതികൾ സുരക്ഷിതമായി നിരീക്ഷിച്ചു വരികയാണെന്ന് ഉദ്യോഗസ്ഥർ അറിയിച്ചു.